നമസ്കാരം. ഞാൻ ശരൺജി ഗോവിന്ദ്. ഞാൻ വയ്യാരം LPSൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു കഥയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ആ കഥയുടെ പേരാണ് ഒട്ടകവുമാട്. ഇതൊരു മോറൽ സ്റ്റോറിയാണ്, അഥവാ ഗുണപാഠ കഥ. ഒരിടത്ത് ഒരൊട്ടകവും ഒരാടും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഒരിക്കൽ അവർ തമ്മിൽ കണ്ടുമുട്ടി. അങ്ങനെ കൗശലവും പറഞ്ഞ് അവർ തമ്മിൽ ചങ്ങാതിമാരായി. നാട്ടിൻ പുറത്ത് ഒരു വയലിൽ ധാരാളം ഇലകളും മരങ്ങളും ഉണ്ട്. ഒട്ടകവും ആടും ആ ഇലകളും ഭക്ഷിക്കാനായി നാട്ടിൻ പുറത്തെ ആ വയലിലേക്ക് ചെന്നു. ഒട്ടകം തന്റെ നീണ്ട കഴുത്ത് വച്ച് മരത്തിലെ തളിരുകളെല്ലാം ഭക്ഷിച്ചു. പക്ഷെ ആടിന് ഒന്നും ഭക്ഷിക്കാൻ കഴിയില്ല. അവൻ തലകുനിച്ചു നിന്നു. ഒട്ടകം ആടിനെ പരിഹസിച്ചു. ആഹാ, നിനക്കെന്നെ പോലെ നീണ്ട കഴുത്തുണ്ടായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ തളിരിലകൾ ഭക്ഷിക്കാമായിരുന്നു. വയലിനകത്തേക്ക് പോകാൻ ചെറിയൊരു വഴിയേ ഉള്ളൂ. ആ വഴിയിലൂടെ ഒട്ടകത്തിന് കടക്കാനായില്ല. പക്ഷെ ആട് ആ വഴി നിസ്സാരമായി കടന്നുപോയി. ആട് ഒട്ടകത്തിനോട് പറഞ്ഞു, നീ എന്നെ ആ സമയം പരിഹസിച്ചതുപോലെ ഞാൻ നിന്നെ പരിഹസിക്കുന്നില്ല. നിന്റെ ശരീരം ചെറുതായിരുന്നെങ്കിൽ നിനക്ക് ഈ വഴി നടക്കാമായിരുന്നു. താൻ പറഞ്ഞതോർത്ത് തല കുനിച്ച് ഒട്ടകം നിന്നു. ഇതിന്റെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, ആരെയും അനാവശ്യമില്ലാതെ പരിഹസിക്കണേ എന്ന് വെച്ചാൽ പരിഹസിക്കുകയേ ചെയ്യരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാനിപ്പോൾ പറഞ്ഞ കഥ, അതിൻ്റെ ഗുണപാഠം ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.